വെള്ളം നിറഞ്ഞോ? എങ്ങനെ മഴയത്തൊരു പാട്ട് പാടിക്കേ. കൊട മാറ്റാൻ എളുപ്പം കയറിക്കോ. ഗുഡ് മോർണിംഗ് എവരിബഡി. എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയുണ്ട് മഴ? ഇവിടെ ഒരു രക്ഷയില്ല. ഇവിടെ അപ്പുറത്ത് റബ്ബർ തോട്ടവും കൂടെ ആയതുകൊണ്ട് പേടിച്ചിട്ട് കിടന്നുറങ്ങാൻ മേല. ഇവിടെ പഴയ കിണറിരുന്ന സ്ഥാനത്ത് നമ്മൾ ഇന്നലെ ആ ചേട്ടന്മാർ പുറയിൽ നിന്ന് മണ്ണെടുത്തിട്ടായിരുന്നല്ലോ. എന്നിട്ട് അതിൻ്റെ മേളിൽ ഷീറ്റ് ഇട്ടില്ല, ചിപ്സും ഇട്ടില്ല. അതിപ്പോൾ ഇടുന്നില്ല. ഒരാഴ്ച ഇങ്ങനെ 1-2 ആഴ്ച മഴ പെയ്ത് നമ്മൾ നടന്നുമൊക്കെ അത് ഉറയ്ക്കട്ടെ. ഉറച്ച് കഴിയുമ്പം നമുക്ക് മണ്ണെടുത്തിടാം, അല്ല ഷീറ്റ് ഇടാം. കറുത്ത ഷീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിട്ടിട്ട് അതിൻ്റെ മേളിൽ ചിപ്സ് ഇടണം. ഞാനും ആരണും രാവിലെ മഴയത്ത് പരിസരം എല്ലാം ഒന്ന് വീക്ഷിക്കുക. എന്നാണെന്നറിയോ, ചേട്ടന്മാർ എല്ലാം ക്ലിയർ ആക്കിയായിരുന്നു ഒരാഴ്ച ഇവിടെ നിന്ന്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കുക, ശരിയായോ, എങ്ങനെയായി, പെർഫെക്റ്റ് ആയോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. പേടിയാവുക. പരിസരം എല്ലാം എൻ്റെ പൊന്നോ, 3 ചുറ്റും ഞങ്ങൾക്ക് വീടിൻ്റെ ഇടതുവശവും 4 വശം, മുൻവശവും ഇടതുവശവും പുറകുവശവും വലതുവശവും എല്ലാം കാടെന്ന് വെച്ചാൽ വലതുവശത്ത് റബ്ബർ തോട്ടം, പിന്നെ ഇടതുവശത്ത് ഉപ്പാപ്പൻ്റെ അവിടെ മരങ്ങളെ, ഫ്രണ്ടിൽ ചേട്ടൻ്റെ അവിടെയും പെങ്ങളുടെ അവിടെയും മരങ്ങളെ, ബാക്കി ചേട്ടൻ്റെ അവിടെ മരങ്ങളെ. നടുക്കാണ് ഞങ്ങളുടെ വീട്. അയ്യോ എന്ത് പേടിയാണെന്നറിയാം. ഇത് നമ്മുടെ പുതിയ കിണർ, പഴയ കിണറിൻ്റെ വശം കണ്ടോ. ഇത് ഇന്നലെ ചേട്ടന്മാരെ കൊണ്ട് പുറയിൽ ഇറക്കി ഇടിയിച്ച് ആ പച്ചമണ്ണ് എടുത്ത് ആ പോർഷനിലോട്ട് നല്ലതായിട്ട് പൊക്കി ഇടിയിപ്പിച്ചേ. ഇനി ഒരു 2 ആഴ്ച മഴയൊക്കെ പെയ്ത് നമ്മൾ നടന്നുമൊക്കെ നല്ല ഉറയ്ക്കും. അപ്പോൾ ഉറയ്ക്കുമ്പം വണ്ടിയൊക്കെ കയറി ഇങ്ങനെ ഉറച്ച് കഴിയുമ്പോൾ നല്ലതായിട്ട് അവിടെ കിടന്നോളൂ. അല്ലേ ഓരോ പ്രാവശ്യം ആശുപത്രി കാറ് തിരിക്കുമ്പോൾ, അല്ലെ ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് മറ്റേ വണ്ടികളൊക്കെ വരുമ്പം അങ്ങ് താന്നു പോവേ, കുറച്ചിങ്ങനെ ഒന്ന് കുഴി പോലെ ചെറുതായിട്ടിങ്ങനെ ആവും, ഓട പോലെ. അത് എന്തായാലും ഇന്നലെ മണ്ണ് പൊക്കി അങ്ങ് ഇടിയിപ്പിച്ചു. അപ്പം പിന്നെ ഇനി പേടിക്കേണ്ട. അതിൻ്റെ മേളിൽ ഇത് ഉറച്ച് കഴിയുമ്പം ഈ പടുത പോലത്തെ സാധനം ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ബ്ലാക്ക് കളർ, അതും ഇട്ട് ചിപ്സ് മാറ്റി കൂട്ടി വെച്ചിരിക്കിട്ട് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. കാരണം ഞാനും പരിസരം എല്ലാം വീക്ഷിക്കുക. കാരണം ചുറ്റിനും ഇങ്ങനെ നമ്മൾ കെട്ടിയെടുത്ത കരിങ്കൽ മതിലല്ലേ, ആ മതിലിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ വെള്ളം നമ്മൾ ഉണ്ടോ അവിടെ കെട്ടിക്കിടക്കുന്ന, അതൊക്കെ ആരൻ കാലുവെച്ച്. ഇത് നമ്മുടെ തക്കാളി ചൂട് കാരണം പഴുത്തുപോയി. വലിയ പാടാണ് ഇനിയിപ്പോൾ പച്ചക്കറി ഒന്ന് കിളുത്തൊക്കെ വൃത്തിക്ക് വരണമെങ്കിൽ. കാലാവസ്ഥ മഴ തന്നെയാകുമ്പോൾ അത്ര അങ്ങോട്ട് കൊള്ളത്തില്ല. മഴയും വെയിലും വേണം. പകൽ വെയിലും രാത്രി മഴയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, കൃഷിയൊക്കെ ചെയ്യാം. ഇത് കാർ ഷെഡിൻ്റെ അവിടെ ഇന്നലെ കുറച്ച് ഇന്ന് കഴിഞ്ഞ ഈ ഒരാഴ്ച പണികൾ ഇതായിരുന്നല്ലോ. കാർ ഷെഡിൻ്റെ അവിടെയൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഓടയും ഇതും വെള്ളം കെട്ടിക്കിടക്കുമല്ല, അത് ഇങ്ങനെ ഒരു സ്ലോപ്പ് കുറവായിരുന്നേ. അപ്പോൾ അതെല്ലാം റെഡിയാക്കി ഇന്നലെ ആരൻ മേളി ബമ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അതിലേക്കൂടെ പോയേക്കുന്നതൊക്കെ നോക്കുക എല്ലാം. പിന്നെ ഇവിടെ ഓടിൻ്റെ അവിടെ ഒരു പാത്തി ഇന്നലെ ചേട്ടന്മാർ വെച്ചു, ഷെഡിലോട്ട് വെള്ളം കയറി വരാതിരിക്കാം. അതെല്ലാം ഓക്കെ ആണോ നോക്കാൻ പോയതാണ്. താഴെ തോട്ടിൽ കാണാവോ, തോട് കൈത്തോടാണേ. ഭയങ്കര വീതിയായിരുന്നേ. ഞങ്ങൾക്കിത് കുളിക്കടവ് പോലെ അലക്കും കുളിയെല്ലാം ഈ താഴത്തെ അവിടെ ആയിരുന്നേ. അന്നേരം ആശേർ ഒരു ദിവസം തന്നെ തോട്ടിൽ ഇറങ്ങിപ്പോയി. ചെറുപ്പത്തി ഒരുമാതിരി ഇങ്ങനെ നടന്നിറങ്ങത്തില്ലേ, പതുക്കെ അന്നേരം ഇല്ലേ അവൻ നടന്നങ്ങ് വെള്ളം, അവിടെ തോടുണ്ട്, വെള്ളം ഉണ്ടെന്ന് അറിഞ്ഞ് പോയിരിക്കുന്നു. എൻ്റെ പൊന്നെ, അവനെയൊക്കെ അതിനകത്തോടെ ഒഴുക്കിക്കൊണ്ട് പോയേനെ. ആരോ കണ്ടതുകൊണ്ട്. ഇവിടെ മുഴുവൻ കാടും ഇതുവാ. കൊച്ചു പോയ ആരെങ്കിലും കാണുമോ? എങ്ങനെ ദൈവത്തിൻ്റെ ഇത് അവനെ കണ്ടുപിടിച്ച് അന്നേരം തോട് മൂടുമായിരുന്നു. തോട് മൂടിയെന്ന് വെച്ചാൽ കൈത്തോട് പോലെ ചെറുതാക്കി. പിന്നെ എപ്പോഴും കൊച്ചിനെ ശ്രദ്ധിക്കും. ഈ പിള്ളേർ എത്ര ശ്രദ്ധിച്ചാലും തിണ്ണേ നിൽക്കുന്നത് കണ്ടു. എല്ലാവരും തിണ്ണയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എങ്ങനെ സംഭവിച്ചെന്നറിയത്തില്ല. എൻ്റെ പൊന്നോ, കൊച്ചങ്ങ് ഇറങ്ങിപ്പോയി. അത് കാരണം അങ്ങനെ തോട് നമ്മൾ മൂടി കൈത്തോട് പോലെ ആക്കി. നിറച്ചും വെള്ളം കേട്ടോ, നല്ല രസമുണ്ട്. വൈകുന്നേരം ഇപ്പം എനിക്ക് അതിൽ ഇറങ്ങാൻ തെന്നിയെങ്കിൽ
തോട്ടിൽ പോയി നോക്കിയാലോ കുഞ്ഞു? വെള്ളം നല്ല മേള് വരെ ഒഴുകി പോകുന്നുണ്ട്. തോട്ടിൽ പോയി നോക്കണോ? വേണ്ട, വല്ല റബ്ബർ കമ്പും നമ്മുടെ ദേഹത്ത് വീണെങ്കിൽ അല്ലേ എൻ്റെ പൊന്നോ. തോട്ടി കേൾക്കാൻ മേലേ? തോട്ടിൽ പോയി നോക്കിയാലോ ഒന്ന്. വേണ്ട, എന്നാന്നറിയോ? റബ്ബർ കമ്പ് ദേഹത്ത് വീഴും. വേണ്ട വേണ്ട, ഞാൻ പോവും, എനിക്ക് പേടി. വേണ്ട എനിക്ക് പേടി, പറയുന്ന താമസം. വേണ്ട. കുഞ്ഞോ കഴിഞ്ഞ ദിവസം ഓർക്കുന്ന അവിടെ വീണ ഞാനില്ല. ബാ ഇങ്ങോട്ട് വാ. അച്ഛനെ ഇപ്പൊ വിളിച്ചു പറയാൻ പോവാ. ആർക്കേ പറയട്ടെ പോകുന്നുണ്ടോ? പറയൂന്ന് പറഞ്ഞിട്ട് ഒരു പേടിയില്ല. അവിടെ ഗേറ്റ് അടച്ചിട്ടിരിക്കുക. അതിൻ്റെ പൊക്കത്തൂടെ ചാടത്തൊന്നുമില്ല. ചാടുപോവാ. നല്ല രസമാണ് തോട്ടിൽ പോയി. മീനൊക്കെ വരുമായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു അറിയാം. ആശയർ ഇറങ്ങാൻ പോയോണ്ടിപ്പം തോട് മൂടി. കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അവൻ കയറുമെന്ന്. അടിക്കും ഞാൻ അതിലേ കയറിയ. കുഞ്ഞോ തല്ല് മേടിക്കും കുഞ്ഞോ. അയ്യോ കുഞ്ഞോ, ഉറപ്പാ അതല്ല. തിരിച്ചു പോകുന്നു. പിള്ളേരില്ലേ അടങ്ങിയിരിക്കും. ഞാൻ അടങ്ങിയിരിക്കത്തില്ല. പിന്നെ ബാ അതുവഴി എങ്ങനെ? അത് തെന്നിക്കിടക്ക. അവിടെ വെള്ളം ഒലിക്കുന്നുണ്ട്. പാമ്പാ. വേണ്ട. ചാവി അവിടെ നിൽക്കി. ചാവി എടുത്തോണ്ട് പോയി ഗേറ്റ് തുറക്കട്ടെ. ഞാൻ അടങ്ങിയിരിക്കുമല്ലോ, പിന്നെ പിള്ളേർ അടങ്ങിയിരിക്കുമോ? എനിക്ക് എന്നെ ഇഷ്ടമാണെന്നറിയാം. എന്നാ പതുക്കെ വേണേ, ക്യാച്ച് പതുക്കെ വേണം, തെന്നരുത്. ഞാനും വരുവാ. ഇതൊന്ന് അടയ്ക്കട്ടെ ഗ്രില്ല്. റബ്ബർ കമ്പ് സൂക്ഷിക്കണേ, ഭയങ്കര കാറ്റാ. അയ്യോ മഴ കൂടുക. വീട്ടുകാർ നമ്മളെ ഇട്ടേക്കത്തില്ല കേട്ടോ. അച്ഛ വീഡിയോ കാണുമ്പോൾ നമ്മളെ ശരിയാക്കും മഴയത്ത് ഇറങ്ങിയതിന്. എനിക്ക് വെള്ളം തെന്നല. ഞാനെങ്ങനെ ഇറങ്ങുന്നേ? അയ്യോ എൻ്റെ യേശുവേ കാത്തോളണേ. അയ്യോ തേള് കാണൂടാ, തേള്. വെള്ളം നിറഞ്ഞോ? അതങ്ങ് ഒഴുകി പോകുന്നതുകൊണ്ട് വലിയ നിറയത്തില്ല. ഇറങ്ങണോ? എൻ്റെ ദൈവമേ, എന്തോ ഒരു സൂക്കേട്. ആൾക്കാർ കണ്ടാൽ കൊല്ലും ഈ മഴയത്ത്, ഈ റബ്ബർ കമ്പിൻ്റെ ഇടയ്ക്ക്. പൊങ്ങി വന്നില്ലല്ലേ? അങ്ങ് പോവും. എന്നാന്നറിയാം, തെളിച്ച് വിട്ടായിരുന്നല്ലോ കമ്പും കോലും എല്ലാം. വേണ്ടോ? അവിടെ നിന്ന് വരുന്നതാണേ. അവിടെ ഓലിയുണ്ട്. റബ്ബർ തോട്ടത്തിൻ്റെ അകത്ത് വലിയൊരു ഓലിയുണ്ട്. അത് നിറഞ്ഞ് കവിഞ്ഞൊഴുകി വരുന്ന. വേണ്ടോ? ഇങ്ങനെ ഞങ്ങളുടെ പെങ്ങളുടെ പറമ്പിൽ കൂടെ അങ്ങ് പോയി, ഉപ്പാപ്പൻ്റെ പറമ്പിൽ കൂടെ പോയിട്ട് പഞ്ചായത്ത് വഴിയുടെ അടിയിൽ കൂടെ, കലിങ്കിനടിയിൽ കൂടെ മറ്റേ ഇതിനകത്തൂടെ അങ്ങ് ഒഴുകി പൊക്കോളും. അവിടെയൊക്കെ ചെല്ലുമ്പോൾ വീതി തോടാ കേട്ടോ. നല്ല രസമില്ലേ? മഴയത്തൊരു പാട്ട് പാടിക്കേ. ആ പാട്ട് ഏതാ? കവിത മഴ. ആ പാട്ട് പിന്നെ കുളിച്ച് ഇതുണ്ടോ? സ്റ്റെപ്പ് കയറി വിട്ടേ. സ്റ്റെപ്പ് കയറി ഞങ്ങൾ വേണ്ട ഇതിലോട്ട് വഴിയിലോട്ട് കയറുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, സ്റ്റെപ്പിൻ്റെ നേരെ വാതിക്കുക ആ ഫ്ലാറ്റ് ഇരിക്കുന്നു. കണ്ടോ? ഫ്ലാറ്റ് കണ്ടോ? ഞങ്ങളുടെ വീടിൻ്റെ ഓപ്പോസിറ്റ്. കുഞ്ഞു ഫോൺ തന്നെ മാറ. കൊട മാറ്റാൻ. ഫോണെടുക്ക്. ഫോൺ പിടിച്ചോണ്ട് ഞാൻ അങ്ങനെ ഗേറ്റ് കൂട്ടുണ്ട്. എളുപ്പം കയറിക്കോ മൊത്തം. അയ്യോ നല്ല രസമുണ്ട്. തലയിലിടാൻ കുഞ്ഞോ. അച്ഛയെ വിളിക്കട്ടെ.
ഇപ്പം കാണിക്കാം. ഇപ്പം കോള് വന്നോളും നിനക്ക്. അപ്പം എടാ അവിടെ വെള്ളം ഒന്നും ഇതേ അത് കണ്ടോ, അങ്ങോട്ട് നിൽക്കും. ആ വെള്ളം കണ്ടോ, അതൊന്ന് മാറ്റി വെച്ചേ. നിനക്കത് ഉത്തരവാദിത്വത്തോടെ അതൊക്കെ ചെയ്തേ. ഞാൻ പറയണോ, മതിലിൻ്റെ ഇടയ്ക്ക് കൂടെ പോയാൽ മതിൽ മഴ വരുമ്പോൾ എന്തൊരു പേടിയാണ്. വെള്ളം എല്ലാം കൂടെ. കൊട പോവല്ലേ, അങ്ങനെ കുത്തിയടിക്കല്ലേ. പോകുന്നുണ്ടോ ഇപ്പം? നല്ല ആര് നല്ലതായിട്ടിപ്പോൾ ഇതാവുന്നുണ്ടോ? അച്ഛ വിളിക്കുന്നു. എടാ അച്ഛ വിളിക്കുന്നടാ, അച്ഛ വിളിക്കുന്നത്, അച്ഛ വിളിക്കുന്നെന്ന്. അച്ഛ എനിക്ക് കോൾ എടുക്കട്ടെ, കട്ട് ചെയ്തിട്ട്. കേറ്, ഇവിടെ അടയ്ക്കുവാ. ചേച്ചി പച്ചയെണ്ണ കയ്യെ തേക്കട്ടെ. എന്നാന്നറിയോ, കൊതുക് അടിച്ചു. ഞാൻ നോക്കുമ്പോൾ കൊതുകില്ലതേ. ഇവിടെ കുത്തിക്കോണ്ടിരിക്കുന്നേ. ഇവിടെ ചുമന്നിരിക്കുന്നുണ്ടോ? ആ ഇതുണ്ടോ? ഓ കാണിക്കാവേ. എൻ്റെ ഈ കൈയുടെ ഇവിടെ കണ്ടോ, കയ്യെ ഞാൻ ഇച്ചിരി പച്ചയെണ്ണ തേക്കട്ടെ. കൊതുക് അടിച്ചു. കൊതുക് അല്ല ഇപ്പം അവിടെ എല്ലാം ചൊറിഞ്ഞു വരും എനിക്ക്. അയ്യോ പൊങ്ങി ചൊറിഞ്ഞു വരും. കൈയുടെ ഇവിടെ ഉണ്ടോ ചുമന്നിരിക്കുന്നുണ്ടോ? ഇനി വന്നേ കാണിക്കാം. ഇത് പിടിച്ചേ, ഇത് കാണിച്ചേ. ആ നിൻ്റെ കൈ നനഞ്ഞ അല്ലേ? ഇതുണ്ടോ ഇവിടെ ചുമന്നിരിക്കുന്നേ കണ്ടോ, കൊതുക് കുത്തിയ. അയ്യോ കണ്ടോ ചുമന്നിരിക്കുന്നുണ്ടോ? അയ്യോ പോയി പച്ചയെണ്ണ വെക്കട്ടെ. പച്ചയെണ്ണയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാലക്കാട് ആദിവാസികളുടെ അവിടെ നിന്ന് മേടിക്കുന്ന എണ്ണയാണ്. വരുത്തിച്ച് തരും. നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്രസ്സ് തരാവേ. മുട്ടിക്കുളങ്ങര പാലക്കാട് AR ക്യാമ്പിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അവരുടെ ആ വീടുകളെ. അപ്പം ജസ്റ്റ് ഓപ്പോസിറ്റ് ആ മെയിൻ റോഡ് ഹൈവേ. അപ്പോൾ ഇല്ലേ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന 3 വീടുകളിൽ നേരെ AR ക്യാമ്പിൻ്റെ ഗേറ്റിൻ്റെ നേരെ ഇരിക്കുന്ന ആ വീടാണ് ശരിക്കും കുറച്ചുകൂടെ ഒറിജിനൽ. അവരാണ് ഈ കച്ചവടമൊക്കെ ചെയ്യുന്നത്, ഈ ഓൺലൈൻ ഇതൊക്കെ ചെയ്യുന്നത്. ബാക്കിയുള്ളവർക്കും ഉണ്ട്. അവർ അത്ര ഇതല്ലെന്ന് പറയുന്നത്. എല്ലാം സെയിം വീട്ടുകാർ തന്നെ. മുട്ടിക്കുളങ്ങര എണ്ണ. അയ്യോ പാചടിച്ചോണ്ടൊക്കെ അയച്ചിട്ട് തേക്കട്ടെ. ഇപ്പോൾ കണ്ട അവിടെ ചൊറിഞ്ഞ് ഇതായി വരും. അപ്പം ഞങ്ങളിങ്ങനെ പോസ്റ്റലായിട്ട് വരുത്തിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നമ്പർ തരാം കേട്ടോ. നമ്മുടെ അഡ്രസ്സ് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും അവർ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ഇത് എണ്ണ അയച്ചു തരും. സൂപ്പർ സാധനം കേട്ടോ. ദേഹം ഫുൾ എന്തെങ്കിലും മുറിവ് ചതവ് ഒടിവ് ഒടിവല്ല മുറിവ് ചതവ് എല്ലാം വരുമ്പോൾ നമ്മളത് തേക്കണം. ഞാൻ പോയി അത് തേക്കട്ടെ, കാണിച്ചു തരാം. ഇപ്പോഴേ വേണ്ട ഇതാണേ. വേണ്ടേ മൊബൈൽ നമ്പർ എഴുതിയെടുത്തോ. 9495448083. മുട്ടിക്കുളങ്ങര ഭാസ്കരൻ വൈദ്യശാല. മുട്ടിക്കുളങ്ങര എണ്ണ കണ്ടോ. വേണ്ടേ വായിക്കാവേ. വായിക്കാൻ വേണ്ട. ഒടിവ് ശരിയാട്ടോ, ഞാൻ പറഞ്ഞില്ല ഒടിവിനൊക്കെ നമ്മൾ വെച്ച് കെട്ടി വെക്കായത്. ഒടിവെല്ലാം മാറും. ഒടിവ് ചതവ് ഉളുക്ക് നീർക്കെട്ട് കൈകാൽ കടച്ചിൽ തരിപ്പ് ശരീരവേദന എന്നിവയുടെ പരിപൂർണ ശമനം കണ്ടോ. KB ലക്ഷ്മികാന്തൻ വൈദ്യർ, സൺ ഓഫ് KK ഭാസ്കരൻ വൈദ്യർ, മുട്ടിക്കുളങ്ങര PO പാലക്കാട് 678594 പിൻകോഡ്. ഫോൺ നമ്പർ തേണ്ട 9495448083. അതിനകത്ത് നമ്മൾ വാട്സപ്പ് ചെയ്ത് നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും കൊടുക്കുമ്പം കുപ്പി ലീക്കായിരുന്നു എൻ്റെ കയ്യിൽ, അടപ്പേന്ന് പറ്റിയതാണ്.
അത് ഞാൻ എൻ്റെ കയ്യെ തേക്കട്ടെ. എന്നെ സംഭവിച്ചാൽ അപ്പോഴേ ഞങ്ങൾ ചെയ്യും പറഞ്ഞ്. എന്നെ ആണെങ്കിലും ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെയാണ് കേട്ടോ. ഈ ആരണാണെങ്കിൽ തലയടിച്ച് വീണപ്പം പെട്ടെന്ന് ഞാൻ ഇത് തേച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ്. അങ്ങനെ എപ്പോഴും ഞാൻ വീഴുമ്പോഴും മുറിയുമ്പോഴും എല്ലാം കേട്ടോ. പച്ചയെണ്ണയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പച്ച കളറായതുകൊണ്ട് പറയുന്നത് കേട്ടോ. തേച്ചാൽ ഭയങ്കര ഇഫക്റ്റീവാണ് അവർ. ഓക്കേ, ഇവിടെ ഇരിക്കട്ടെ. വീണ്ടും വീണ്ടും തേക്കണം. എനിക്കാണെങ്കിൽ കൊതുക് കടിച്ചാൽ ഭയങ്കര പേടിയാണ്. ആരെയും കൊതുക് കടിക്കല്ലോ കേട്ടോ. ഇത് കടിച്ചങ്ങ് ഇരിക്കുക. ഞാനോർത്ത് കടിച്ചിട്ട് പോയായിരിക്കുമെന്ന് ഓർത്ത് ഞാൻ കയ്യിൽ ഇങ്ങനെ തട്ടി വിട്ടില്ല. ഞാൻ ചുമ്മാ നോക്കുമ്പോൾ എൻ്റെ ഉടുപ്പിൻ്റെ മേളിൽ കൂടെ കടിച്ച് രസിച്ച് ഇങ്ങനെ വലിച്ചെടുത്തിരിക്കുക. രക്തം, അഴുക്ക്. വൃത്തികെട്ടവൾ. കുഞ്ഞു പറഞ്ഞു, ആരൻ പറഞ്ഞു, പെണ്ണ് കൊതുക് നമ്മളെ കടിക്കുന്നതിന്. വൃത്തികെട്ടവൾ. ഞാൻ ലൈറ്റും ഫാനും നിർത്തിട്ടെ. എന്നാണെന്നറിയാം, ഇൻവേർട്ടറിലാണ്, കറണ്ട് പോയി. ഒരു ദിവസം ഫുള്ള് നിൽക്കുക. എന്നാലും അഹങ്കരിക്കാൻ പാടില്ലല്ലോ. ഓഫ് ചെയ്യട്ടെ, ഇരുട്ടത്തിരിക്കട്ടെ. നല്ല വെട്ടം മുറ്റത്തുണ്ട്, തിണ്ണയിലും ഉണ്ട്. പിന്നെ എന്തിനാ അഹങ്കാരം. സെറ്റിയുടെ ഇതിൻ്റെ എല്ലാം കവറ് ഞാനെടുത്ത് അലക്കി എല്ലാം വിട്ടിരിക്കുക. ഇന്നലെ ആരൻ അകത്തോട്ട് കയറിയിട്ടില്ല. ആരൻ പുറത്ത് നിൽക്കുക. ഇതൊരു സാധനമാണ്. ആരൻ ജനിച്ചിട്ടിന്ന് വരെ മഴ നനച്ച് ഇങ്ങനെ സ്കൂളിൽ നിന്ന് ആണ്ട മേളി വാനെ വന്നിറങ്ങി കുട നുറുക്കാ താഴോട്ടും അറിഞ്ഞുകൊണ്ട് ഇറങ്ങി വരുവേ, സ്റ്റെപ്പ് ഇറങ്ങി. അതല്ലാതെ പുള്ളി അങ്ങനെ മഴ നനഞ്ഞ് ഇങ്ങനെ കുളിക്കുകയൊന്നും ചെയ്തിട്ടില്ല. നമ്മളൊക്കെ പണ്ട് ഭയങ്കര മഴയത്ത് കുളിയല്ലേ. വൈകുന്നേരം ഉച്ച കഴിയുമ്പോൾ സ്കൂളിൽ നിന്ന് വന്നാൽ ഒട്ടനെ മഴയത്തോട്ട് ഇറങ്ങി കുളിയല്ലേ. ഞാൻ കുഞ്ഞിലെ മുതൽ ഞാൻ ഓർക്കുന്നുണ്ട്. ബാ കയറ് ബാ മതി കുഞ്ഞുവിന് ശീലമില്ലാത്ത കുഞ്ഞിങ്ങോട്ട് കയറ്. ഇന്നാളും നിമോണിയ വന്നൊരു മഴ നനയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. അയ്യോ ഡോക്ടർ, നിമോണിയ വന്നവരെ മഴ നനയാൻ പാടില്ല. ഇങ്ങോട്ട് കയറ്. അയ്യോ ഇപ്പോഴും ഓർത്ത്. ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഓർക്കുന്നു, ഇവനെ തണുപ്പടിപ്പിക്കും. എടാ, മഴ നനയല്ലേ, ഇവനെ തണുപ്പടിപ്പിക്കല്ലേ, പുകയടിക്കല്ലേ, പൊടി അടിക്കല്ലേ. ബാ ഓടിയ ആ കുഞ്ഞു 16 വയസ്സേ ആയിട്ടുള്ള ജീവിതം ആസ്വദിക്കാനായിട്ടുള്ള തുടങ്ങാനായില്ല. ഇല്ല ബാ 21 വയസ്സാണ്. 21 വയസ്സ് കഴിയുമ്പോൾ ആസ്വദിക്കാൻ തുടങ്ങിക്കും. ബാ ഇങ്ങോട്ട്. അതുവരെ കുഞ്ഞു പിള്ളേരെ പോലെ. ബാ മോൻ അമ്മയുടെ ചക്കരയില്ലേ. കേക്ക്. ഇങ്ങോട്ട് കയറിക്കേ. വെല്ലം വന്നാൽ ഞാനേ ഉള്ളു കേട്ടോ, എനിക്ക് മേല. ഇങ്ങോട്ട് കയറി. അത്രയും സമയം, അരമണിക്കൂറായി. മതി. കയറ്. കയറിയാൽ മതിയായിരുന്നു. ഇങ്ങോട്ട് വാ. കയറ്. എൻ്റെ കുടയും കൂടെ എടുത്ത് ചായപ്പി 2 കുടയും കൊണ്ട് നൂർത്ത് വെക്കണേ. നനഞ്ഞ കുട ഒരിക്കലും അങ്ങനെ വെക്കല്ലേ. കൊണ്ട് നൂർത്ത് വെക്ക്. മടക്കണ്ടെന്ന് നൂർത്ത് വെക്കാൻ. കയറിങ്ങോട്ട്. ചായപ്പി കൊണ്ട് വെക്ക്. ഇതാ പറഞ്ഞാൽ കേൾക്കുമല്ലോ. അത് വസ്ത്രാക്ഷേപമാണ്. വീഡിയോയില്ല. വസ്ത്രാക്ഷേപമല്ല, ഇങ്ങോട്ട്. എന്നെയില്ല. നേരെ ബാത്റൂമിലോട്ട് വയ്ക്കൂ. ചെറു ചൂടുവെള്ളത്തിൽ തല നനയ്ക്കുക കേട്ടോ. ചെറു ചൂടുവെള്ളത്തിൽ. എൻ്റെ കുടയും കൂടെ എടുക്കേ, പറന്നു പോവും. എന്നാ ഇതാണെന്നറിയാവോ, എനിക്ക് കാലംകുട ജീവനാണ്. ഞാൻ പണ്ട് തൊട്ട് എൻ്റെ വല്യപ്പൻ്റെ കാലംകുടയായിട്ട് നടക്കുമായിരുന്നു. വല്യപ്പൻ്റെ കാലംകുട. അത് കഴിഞ്ഞ് എൻ്റെ ഫാദറിൻ്റെ കാലംകുട പറഞ്ഞാൽ എനിക്കിവിടെ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതിവിടെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുക. ബ്ലാക്ക് കളറ്. അത് നൂർക്കത്തില്ല. നൂർത്ത് നടന്നാൽ അത് ഒടിഞ്ഞു പോവും. ഇച്ചിരി പഴക്കമുള്ള. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം ഇങ്ങനെയൊക്കെയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ ഫുള്ളൊന്ന് കാണണേ. കൈകൂപ്പി പറയുക. എല്ലാവരും വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം. ജോമ ഡേവിഡ് എന്നാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ജോമാസ് വേൾഡ്. കുളിച്ചോ? വീഡിയോ ചെയ്ത് വൈൻഡപ്പ് ആക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കോള് വന്നേ. ഇനിയിപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ.
ഓക്കെ, ആദ്യമായിട്ട് വീഡിയോ ഒക്കെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പിന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. പാചകം ഒന്നുമില്ല, മഴയത്ത് എന്തോ ചെയ്യാനല്ലേ. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി വൈകിട്ട് ഷോർട്സ് ദൈവം സഹായിച്ചുണ്ട് കേട്ടോ, പാട്ട്. പിന്നെ എല്ലാവരും ആ പാട്ടൊക്കെ കേൾക്കണം, അഭിപ്രായം പറയണം. ഫേസ്ബുക്കിൽ പാട്ട് ഫുള്ള് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ പാട്ടിൻ്റെയും ഷോർട്സാണ് യൂട്യൂബിലിടുന്നത്. ഫുൾ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട്. ജോമാസ് വേൾഡ് എന്നും ജോമ ഡേവിഡ് എന്നൊക്കെ അടിച്ചു കൊടുക്കുമ്പം വന്നോളും കേട്ടോ. ഓക്കെ, ജോമ ഡേവിഡാണ് നമ്മളുടെ ഫേസ്ബുക്ക് പേജ്. ജോമാസ് വേൾഡ് അല്ല കേട്ടോ, ജോമ ഡേവിഡാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാം ജോമാസ് വേൾഡാണ് കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ഓൾ. ചക്കര ഉമ്മ.